Welcome all, Class 3 English Unit 1 Tender Touch Lesson Activities. Activity 1. Identify the rhyming words and give the same color to each pair. Rhyming words കണ്ടെത്തി സെയിം കളർ കൊടുക്കുക. ഫസ്റ്റ് റൈമിംഗ് വേർഡ് ഫ്രോൺ. ഫ്രോണിന് മാച്ചായ റൈമിംഗ് വേർഡ് ഡൗൺ. ഗ്രീൻ കളർ കൊടുക്കുക. നെക്സ്റ്റ് ഹോൾഡ് ഗോൾഡ് യെല്ലോ കളർ. Next, hand, understand, blue color. Okay. Next, activity 2. Complete the poem using the clues given in the box. Poem complete ചെയ്യുക. Clues ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. Poem വായിക്കാം. My friend is like a butterfly fluttering in the garden. My friend is like a peacock dancing in the woods. My friend is like a ഡാഷ്. ബോക്സിൽ നിന്ന് തിരഞ്ഞെടുക്കുക. ഫസ്റ്റ് ട്രീ എടുക്കാം അല്ലേ. മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ട്രീ. ട്രീക്ക് മാച്ച് ആയത് ഏതാണ്? സ്വേയിങ് ഇൻ ദ വിൻഡ്. നെക്സ്റ്റ് ലൈനിൽ മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എന്താണ്? ബോട്ട് അല്ലേ. നെക്സ്റ്റ് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ബോട്ട്. ബോട്ടിന് മാച്ച് ആയത് എന്താണ്? ഫ്ലോട്ടിങ് ഓൺ ദ റിവർ. നെക്സ്റ്റ് ലൈൻ മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ ഫ്ലവർ. ഫ്ലവറിന് മാച്ച് ആയത് ഏതാണ്? ബ്ലൂമിങ് ഇൻ ദ ഗാർഡൻ. നെക്സ്റ്റ് മൈ ഫ്രണ്ട് ഈസ് ലൈക്ക് എ സ്റ്റാർ. സ്റ്റാറിന് മാച്ച് ആയത് ഏതാണ്? ഷൈനിങ് ഇൻ ദ സ്കൈ. നെക്സ്റ്റ് ആക്ടിവിറ്റി 3. ലെറ്റ്സ് ഡിസ്കസ്. വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ മദർ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ ഫാദർ വീട്ടിൽ എന്താണ് ചെയ്യുന്നത്? ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ സഹായിക്കാറുണ്ടോ? ഹൗ? നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് യുവർ മദർ ഡു അറ്റ് ഹോം? ഷീ കുക്സ് ഫുഡ് ആൻഡ് ഹെൽപ്സ് മീ വിത്ത് മൈ സ്റ്റഡീസ്. അവൾ ഭക്ഷണം പാകം ചെയ്യുന്നു, എന്നെ പഠിക്കാനും സഹായിക്കുന്നു. നെക്സ്റ്റ്, വാട്ട് ഡസ് യുവർ ഫാദർ ഡു അറ്റ് ഹോം? നിങ്ങളുടെ ഫാദർ എന്താണ് വീട്ടിൽ ചെയ്യുന്നത്? ഫാദർ ഹെൽപ്സ് മദർ ആൻഡ് പ്ലേസ് വിത്ത് മീ. നെക്സ്റ്റ്, ഡു യു ഹെൽപ്പ് യുവർ പാരൻസ്? നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ സഹായിക്കാറുണ്ടോ? ഹൗ? എങ്ങനെ? യെസ്, ഐ പുട്ട് അവേ മൈ ടോയ്സ് ആൻഡ് ഹെൽപ്സ് ടു ക്ലീൻ മൈ റൂം. ആക്ടിവിറ്റി 4. റൈറ്റ് സഷാസ് തോട്ട്സ്. സഷയുടെ ചിന്തകൾ എഴുതുക. സഷ ഓഫേർഡ് അൻ ഉണ്ണിയപ്പം ടു ദ ഗേൾ. സഷ പെൺകുട്ടിക്ക് ഒരു ഉണ്ണിയപ്പം കൊടുത്തു. ബട്ട് ദ ഗേൾ റാൻ അവേ വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ഇറ്റ്. പക്ഷെ പെൺകുട്ടി ഓടിപ്പോയി വാങ്ങാതെ. വാട്ട് കുഡ് ബി സഷാസ് ഫീലിംഗ്? സഷയുടെ ഫീലിങ്സ് എന്തൊക്കെയായിരിക്കും? നമുക്ക് എഴുതാം. വൈ ഡിഡ് ദ ഗേൾ റാൻ അവേ? എന്തിനാണ് ആ പെൺകുട്ടി ഓടിപ്പോയത്? ഷീ മേ നോട്ട് ലൈക്ക് ഉണ്ണിയപ്പം. അവൾക്ക് ഉണ്ണിയപ്പം ഇഷ്ടപ്പെട്ടില്ലേ? ദെൻ വൈ ഡിഡ് ഷീ കം ഹിയർ? പിന്നെ എന്തിനാണ് അവൾ ഇവിടെ വന്നത്? പുവർ ഗേൾ. പാവം പെൺകുട്ടി. ഷീ വാസ് ലുക്കിംഗ് ടയേർഡ്. അവൾ വളരെ ക്ഷീണിച്ചിട്ടുണ്ട്. ഹൗ ക്യാൻ ഐ സീ ഹെർ എഗെയിൻ? എനിക്കിനി വീണ്ടും അവളെ എങ്ങനെ കാണാൻ പറ്റും? ഇതൊക്കെയായിരുന്നു സഷയുടെ ചിന്തകൾ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. സഷ ടോൾഡ് അനു ടീച്ചർ എബൌട്ട് കവിത. സഷ അനു ടീച്ചറിനോട് കവിതയെക്കുറിച്ച് പറഞ്ഞു. റൈറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ സഷ ആൻഡ് ഹെർ ടീച്ചർ. സഷയും ടീച്ചറും തമ്മിലുള്ള സംഭാഷണം എഴുതുക. സഷ ടീച്ചറോട് പറയുകയാണല്ലേ, ടീച്ചർ, ഓൺ അവർ വേ ഹോം വി സോ എ ഗേൾ. നമ്മൾ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഒരു പെൺകുട്ടിയെ കണ്ടു. അപ്പോൾ ടീച്ചർ ചോദിക്കുകയാണെന്ത്? വിച്ച് ഗേൾ? ടെൽ മീ. ഏത് പെൺകുട്ടിയാണ്? പറയൂ എന്നോട്. അപ്പോൾ സഷ പറയുകയാണ്, എ പുവർ ഗേൾ. ഒരു പാവം പെൺകുട്ടിയാണ്. ഹെർ ക്ലോത്ത്സ് വെർ ടോൺ. അവളുടെ വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്. ടീച്ചർ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ഹെർ പ്രോബ്ലം? അവളുടെ പ്രോബ്ലം എന്താണ്? അപ്പോൾ സഷ പറയാണ്, ഷീ ഈസ് വെരി മച്ച് ഇൻട്രസ്റ്റഡ് ടു കം ടു സ്കൂൾ ആൻഡ് സ്റ്റഡി. അവൾക്ക് നമ്മുടെ സ്കൂളിലേക്ക് വന്നിട്ട് പഠിക്കാൻ വേണ്ടി വളരെ ഇഷ്ടമുണ്ട്. ബട്ട് ദേ ആർ വെരി പുവർ. പക്ഷെ അവൾ പാവപ്പെട്ടവരാണ്. ഡോണ്ട് വറി, അവർ ഹെഡ് മാസ്റ്റർ ഈസ് ഔട്ട് ഓഫ് സ്റ്റേഷൻ ടുഡേ. ലെറ്റ് മീ കോൺടാക്റ്റ് ഹിം. നമ്മുടെ ഹെഡ് മാസ്റ്റർ ഇവിടെ ഇല്ല. അവരെ ഞാൻ കോൺടാക്റ്റ് ചെയ്യാം. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. മിസ് അനുപമ സ്റ്റാർട്ടഡ് മെസ്സേജിങ് ദ ഹെഡ് മാസ്റ്റർ. അങ്ങനെ അനുപമ ടീച്ചർ ഹെഡ് മാസ്റ്ററായിട്ട് മെസ്സേജ് ചെയ്യാൻ തുടങ്ങി. വാട്സാപ്പ് മെസ്സേജിങ്. സെലക്ട് സ്യൂട്ടബിൾ ഡയലോഗ്സ് ആൻഡ് ഫിൽ അപ്പ് ദ ചാറ്റ് ബോക്സ്. അവിടെ താഴെ
ബോക്സിൽ കുറച്ച് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ഡയലോഗ്സ് കൊടുത്തിട്ടുണ്ടല്ലേ. അപ്പോൾ ആ ഡയലോഗ്സ്, അതിൽ വേണ്ട ഡയലോഗ്സ് നിങ്ങൾ താഴെ കാണുന്ന ചാറ്റ് ബോക്സ് ഉണ്ടല്ലോ അതിൽ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഹെഡ് മാസ്റ്ററും അനുപമ ടീച്ചറും തമ്മിലുള്ള ചാറ്റ് ബോക്സ് ആണ്. അനുപമ ടീച്ചർ ഫസ്റ്റിൽ ഹെഡ് മാസ്റ്റർക്ക് മെസ്സേജ് ചെയ്തു. എന്താണ്? ഹലോ സർ, ഹലോ സർ. അപ്പോൾ റിപ്ലൈ എന്തായിരിക്കും വേണ്ടത്? ഹി അനുപമ ടീച്ചർ അല്ലേ? അനുപമ ടീച്ചറിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഹി അനുപമ ടീച്ചർ. നെക്സ്റ്റ് അനുപമ ടീച്ചർ എന്തായിരിക്കും മെസ്സേജ് ചെയ്തിട്ടുണ്ടാവുക? ടുഡേ 2 of our students came to me. എൻ്റെ അടുത്ത് നിന്ന് 2 കുട്ടികൾ, 2 സ്റ്റുഡൻസ് വന്നിരുന്നു. അപ്പോൾ ഹെഡ് മാസ്റ്റർ എന്ത് ചോദിച്ചിട്ടുണ്ടാകും? ഹു ആർ ദേ? അവരാരാണെന്നല്ലേ? അനുപമ ടീച്ചർ റിപ്ലൈ ചെയ്യുന്നു, സഷ ആൻഡ് നവീൻ. ഹെഡ് മാസ്റ്റർ റിപ്ലൈ ചെയ്യുന്നു, വൈ ഡിഡ് ദേ കം? വൈ ഡിഡ് ദേ കം? അനുപമ ടീച്ചർ, ദേ വാണ്ടഡ് ടു അഡ്മിറ്റ് എ ഗേൾ ടു അവർ സ്കൂൾ. ഹെഡ് മാസ്റ്റർ പറയുകയാണ്, ഓ നോ ഇഷ്യൂസ്, വി ഷാൾ ഡു ഇറ്റ്, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആക്ടിവിറ്റി 7. Put a tick mark against the pictures that reflect act of kindness. കൈൻഡ്നെസ്, ദയ കാണിക്കുന്ന ചിത്രങ്ങൾക്ക് നേരെ ടിക്ക് മാർക്ക് ചെയ്യുക. ആൻഡ് കമൻറ്റ് ഓൺ ദം, എന്നിട്ട് അതിനൊരു കമൻറ്റ് കൊടുക്കുക. നോക്കാം. ഫസ്റ്റ് പിക്ചർ എന്താണ്? ഒരു കുട്ടി ഒരു വൃദ്ധനെ റോഡ് കടക്കാൻ വേണ്ടി സഹായിക്കുന്നു അല്ലേ? അത് ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്, ദയ കാണിക്കുന്ന പിക്ചറാണ് അല്ലേ? അപ്പം അതിന് ടിക്ക് ചെയ്യുക. എന്നിട്ട് അതിനെങ്ങനെ കമൻറ്റ് എഴുതാം? ദ ബോയ് ഈസ് ഹെൽപ്പിംഗ് ആൻ ഓൾഡ് മാൻ ടു ക്രോസ് ദ റോഡ്. ദാറ്റ് ഈസ് എ കൈൻഡ് ആക്ഷൻ. നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഒരു കുട്ടി സൈക്കിൾ ഓടിക്കുന്നു അല്ലേ? അത് നോ. നെക്സ്റ്റ് കുട്ടികൾ തമ്മിൽ കലഹിക്കുന്നു, നോ. നെക്സ്റ്റ് ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ടി വി കാണുന്നു അല്ലേ? അതും ആക്ട് ഓഫ് കൈൻഡ്നെസ് അല്ല. നെക്സ്റ്റ് പിക്ചർ എന്താണ്? ഒരു സ്കൂളിൽ പോകുന്ന കുട്ടി ഒരു യാചകന് വെള്ളം കൊടുക്കുന്നു അല്ലേ? ഒരു ദാഹിക്കുന്ന ഒരാൾക്ക് വെള്ളം കൊടുക്കുന്നു. അപ്പോൾ അത് ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. അതിനെങ്ങനെ നമ്മൾക്ക് കമൻറ്റ് എഴുതാം? ദ ഗേൾ ഈസ് ഗിവിങ് വാട്ടർ ടു എ ബെഗർ ഓർ എ തേഴ്സ്റ്റി മാൻ. ദാറ്റ് ഈസ് എ കൈൻഡ് ആക്ഷൻ. നെക്സ്റ്റ് പിക്ചർ എന്താണ്? അതും ഒരു കുട്ടി ഒരു മുറിവേറ്റ നായെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലേ? ആക്ട് ഓഫ് കൈൻഡ്നെസ് ആണ്. ദ ബോയ് ഈസ് ഹെൽപ്പിംഗ് എ ഹേർട്ട് ഡോഗ്. ബീയിങ് കൈൻഡ് ടു ആനിമൽ ഈസ് എ വെരി ഗുഡ് ആക്ഷൻ. Next, activity 8. Some events of the story are given below. കഥയിലെ സംഭവങ്ങൾ കുറച്ച് ഇവൻറ്റ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. റൈറ്റ് ദം ഇൻ ഓർഡർ. അത് നിങ്ങൾ ഓർഡർ ചെയ്ത് എഴുതുക. സെൻറ്റൻസ് വായിക്കാം. ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ഫസ്റ്റ് നടന്ന സംഭവം ഏതാണ്? നവീൻ നോട്ടീസ്ഡ് എ ഗേൾ നെക്സ്റ്റ് ടു ദ വിൻഡോ. നെക്സ്റ്റ് സഷ ആൻഡ് നവീൻ വിസിറ്റഡ് കവിത. തേർഡ് ഇവൻറ്റ് കവിത വാസ് ക്രാഡ്ലിംഗ് ഹെർ യങ്ങർ ബ്രദർ. തേർഡ്. നെക്സ്റ്റ് ഫോർത്ത് സഷ ഗേവ് എ പിക്ചർ സ്റ്റോറി ബുക്ക് ടു കവിത. ഫോർത്ത് ഇവൻറ്റ്. നെക്സ്റ്റ് ഫിഫ്ത്ത് ഇവൻ്റ് ഏതാണ്? ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് സഷ ആൻഡ് നവീൻ. ഫിഫ്ത്ത്. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 9. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ഡിസ്ക്രൈബ് ദ സീൻ. അവിടെ ഒരു ബ്യൂട്ടിഫുൾ, ഒരു മനോഹരമായ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് നോക്കി ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കണം. നമുക്ക് എഴുതി നോക്കാം. ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ഓഫ് എൻ ഔട്ട്ഡോർ സ്പേസ്. ഇതൊരു മനോഹരമായ ചിത്രമാണ്, ഒരു ഔട്ട്ഡോർ സ്പേസിൻ്റെ, അതായത് പുറമേയുള്ള സ്ഥലം. മനോഹരമായ ചിത്രമാണ്. മദർ ഈസ് കുക്കിംഗ് ഫുഡ് യൂസിങ് ഫയർ ഇൻ എ പോട്ട്. അമ്മ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫയർ, തീ ഉപയോഗിച്ചിട്ട്, ഇൻ എ പോട്ട്, ഒരു പോട്ടിൽ, ഒരു കുടത്തിൽ. കവിത ഈസ് സ്റ്റാൻഡിങ് നിയർ ടു ഹെർ മദർ ആൻഡ് വാച്ചിങ്. കവിത അമ്മയുടെ അടുത്ത് നിന്നിട്ട് എല്ലാം നോക്കി കാണുകയാണ്. എ സ്മോൾ ടെൻറ്റ് ഈസ് ദർ. ദാറ്റ് ഈസ് കവിതാസ് ഹൗസ്. അവിടെ ഒരു ചെറിയൊരു ടെൻറ്റ് കാണുന്നുണ്ട്. അത് കവിതയുടെ വീടാണ്. എ ബിഗ് ട്രീ ഈസ് ദർ ആൻഡ് എ ക്രാഡിൽ ഈസ് ഹാങ്ങിങ് ഫ്രം ദ ട്രീ. ഒരു വലിയൊരു മരം അവിടെ കാണുന്നുണ്ട്. അതിലൊരു തൊട്ടിൽ
തൂങ്ങിക്കിടക്കുന്നുണ്ട്. കവിതാസ് യങ്ങർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് ഇൻ ദാറ്റ് ക്രാഡിൽ. കവിതയുടെ ബ്രദർ അനിയൻ അതിലാണ്, ആ തൊട്ടിലാണ് ഉറങ്ങിക്കിടക്കുന്നത്. ദർ ഈസ് എ ഡോഗ് ആൻഡ് എ ക്യാറ്റ് നിയർ കവിത. അവിടെ ഒരു നായയും ഒരു പൂച്ചയും കവിതയുടെ അടുത്ത് കാണുന്നുണ്ട്. ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. പക്ഷികൾ ആകാശത്ത് കൂടി പറന്നു പോകുന്നു. ഓക്കെ, ഇതാണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. നെക്സ്റ്റ് ആക്ടിവിറ്റി 10. റീഡ് ദ സെൻറ്റൻസസ് ഗിവൺ ആൻഡ് മാച്ച് ദം വിത്ത് ദ ഇമോജീസ്. താഴെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ് വായിക്കുക, എന്നിട്ട് അവിടെ കൊടുത്തിരിക്കുന്ന ഇമോജീസിന് മാച്ചായത് ബോക്സിൽ എടുത്തെഴുതുക. ഫസ്റ്റ് വൺ, കവിത വാസ് സർപ്രൈസ്ഡ് ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സഷ. കവിതയ്ക്ക് സർപ്രൈസ്ഡായി, അതിശയമായി, അത്ഭുതമായി ടു റിസീവ് ദ സ്റ്റോറി ബുക്ക് ഫ്രം സഷ. സഷയിൽ നിന്ന് സ്റ്റോറി ബുക്ക് കിട്ടിയപ്പോൾ. അപ്പോൾ അവിടെ സർപ്രൈസ്ഡിൻ്റെ ഇമോജി ഏതാണ്? ദിസ് വൺ അല്ലേ, ദിസ് വൺ. അപ്പം അതിൻ്റെ ലെറ്റർ ഏതാണ്? സി. ബോക്സിൽ സി എന്നെടുത്ത് എഴുതുക. സെക്കൻഡ് വൺ, സഷ ആൻഡ് നവീൻ ബിക്കെയിം ഹാപ്പി വെൻ ദ ഹെഡ് മാസ്റ്റർ കൺഗ്രാജുലേറ്റഡ് ദം. സഷയ്ക്കും നവീനും സന്തോഷമായി ഹെഡ് മാസ്റ്റർ അഭിനന്ദിച്ചപ്പോൾ. ഏതാണ്? അപ്പോൾ അഭിനന്ദിക്കുമ്പോൾ സന്തോഷമാണ് അല്ലേ, ചിരിക്കുന്ന പിക്ചർ. എ. ഇവിടെ ബോക്സിൽ എ എടുത്തെഴുതുക. തേർഡ്, സഷ സോ ദ ഗേൾ ഇൻ എ ടോൺ ഡ്രസ്സ്. സഷ ആ പെൺകുട്ടിയെ കീറിയ ഡ്രസ്സിൽ കണ്ടു. ഷീ ബിക്കെയിം സാഡ്. അവൾക്ക് സങ്കടമായി. അപ്പോൾ സങ്കടം ഏതാണ്? ബി അല്ലേ. അപ്പോൾ തേർഡ് വണ്ണിൽ ബി എടുത്തെഴുതുക. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 11, സോൾവ് ദ പസിൽ. പസിൽ സോൾവ് ചെയ്യുക. നോക്കാം. ഡൗൺ, താഴോട്ടേക്ക് എന്തൊക്കെയാണ്? ഫസ്റ്റ് വണ്ണിൽ ഏതാ എഴുതേണ്ടത്? വി ഗോ ടു ഡാഷ് ടു സ്റ്റഡി. നമ്മൾ എവിടെയാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്? അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ താഴോട്ടേക്ക് സ്കൂൾ അല്ലേ, വി ഗോ ടു സ്കൂൾ ടു സ്റ്റഡി. സ്കൂളിലേക്കാണല്ലോ പഠിക്കാൻ പോകുന്നത്. ഇനി സെക്കൻഡ് വൺ ഡൗൺ, താഴോട്ടേക്കാണ്. എ ഡ്രസ് ഫോർ ഗേൾസ്. ഗേൾസിൻ്റെ ഉടുപ്പ്, സ്കേർട്ട്. നെക്സ്റ്റ് തേർഡ് വൺ, എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ്സ് യു വെൽ. നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരാൾ. ആരാണ്? ഡൗൺ ആണ്, താഴോട്ടാണ്. ഫ്രണ്ട് അല്ലേ, FRIEND. നെക്സ്റ്റ് ഫോർത്ത് അല്ല, ഡൗണിൽ ഇനി ഫിഫ്ത്താണ് ഉള്ളത്. ടച്ച്ഡ് ജെന്റ്ലി, മെല്ലെ തൊടുക. പാറ്റഡ്, തലോടുക. ഫോർത്ത്, എക്രോസ്, ഈഗർ ടു ലേൺ ഓർ നോ സംതിങ്, ക്യൂരിയസ്. നെക്സ്റ്റ് സിക്സ്ത് വണ്ണാണ്, സിംഗിങ് ബേബി ബെഡ്, ക്രാഡിൽ. ഓക്കെ. നെക്സ്റ്റ് ആക്ടിവിറ്റി 12. Look at the picture and make a list of things in the kitchen. പിക്ചർ നോക്കുക, കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ പേര് എടുത്തെഴുതുക. അതിൽ പിക്ചറിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഐറ്റംസിൻ്റെ ലിസ്റ്റ് നിങ്ങൾ തയ്യാറാക്കുക. അത് കൂടാതെ വിസിറ്റ് യുവർ കിച്ചൺ ആൻഡ് ആഡ് മോർ ഐറ്റംസ് ടു ദ ലിസ്റ്റ്. നിങ്ങളുടെ കിച്ചൺ വിസിറ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഐറ്റംസ് ആഡ് ചെയ്യുക. നമുക്ക് എഴുതി നോക്കാം. പോട്ട്സ്, വെസൽസ്, ലിഡ്സ്, സ്പൂൺ, ലാഡിൽസ്, പ്ലേറ്റ്, മോപ്പ്, ബക്കറ്റ്, സ്റ്റൗ, ഫ്രൈയിങ് പാൻ, പ്രഷർ കുക്കർ, കോക്കനട്ട് ഷ്രെഡർ. ഗ്ലാസ് ബോട്ടിൽ, മിക്സിംഗ് ബൗൾസ്, കപ്സ്, വിസ്, ഗ്രൈൻഡർ, ബ്രൂം, ബ്ലെൻഡർ, ബൗൾ, പീലർ, etc. Activity 13. Classify the given terms into kitchen utensils, food items and food ingredients. Collect pictures of these and make an album. അവിടെ താഴെ കുറേ ഐറ്റംസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. അതിന് നിങ്ങൾ 3 കാറ്റഗറി ആക്കുക. ഏതൊക്കെയാണ്? കിച്ചൺ യൂട്ടൻസിൽസ്, ഫുഡ് ഐറ്റംസ്, ഫുഡ് ഇൻഗ്രീഡിയൻസ്. അപ്പം ഓരോ കാറ്റഗറിയിലും വരുന്നത് നിങ്ങൾ ഓരോന്നിൻ്റെ താഴെ എടുത്തെഴുതുക. കിച്ചൺ യൂട്ടൻസിൽസ്, സ്പൂൺ, പ്ലേറ്റ്, പ്രഷർ കുക്കർ, ബൗൾ, നൈഫ്, ഫോർക്ക്, കെറ്റിൽ, ഫ്രൈയിങ് പാൻ, etc. നെക്സ്റ്റ് ഫുഡ് ഐറ്റംസിൽ വരുന്നതാണ് ബനാന, ചില്ലി പൗഡർ, സാൾട്ട്, ഇതൊക്കെ ഫുഡ് ഇൻഗ്രീഡിയൻസ് ആണ്. ഷുഗർ ഫുഡ് ഇൻഗ്രീഡിയൻറ്റ്. ഇതുപോലെ നിങ്ങൾ ഓരോന്ന് നോക്കി. കൊറിയാണ്ടർ പൗഡർ ഫുഡ് ഇൻഗ്രീഡിയൻറ്റ് നോക്കി ബോക്സിൽ താഴെ എഴുതി വെക്കുക. നെക്സ്റ്റ് ആക്ടിവിറ്റി 14. അമ്മ, ഷാൾ ഐ ടേക്ക് സം ഉണ്ണിയപ്പം ടു സ്കൂൾ. അമ്മ, ഞാൻ സ്കൂളിലേക്ക് കുറച്ച് ഉണ്ണിയപ്പം എടുത്തോട്ടെ. സഷ ആസ്ക്ഡ്. സഷ ചോദിച്ചു. വാട്ട് വുഡ്
യു ലൈക്ക് ടു ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് എന്താണ്, എന്തൊക്കെയാണ്? അപ്പോൾ അവിടെ ഒരു കുട്ടി പറയുന്നുണ്ട്, എന്താണ്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ ടോയ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ടോയ്സ്, കളിപ്പാട്ടങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ എഴുതാം, നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? എന്താണ് നിങ്ങൾ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഡാഷ് വിത്ത് മൈ ഫ്രണ്ട്സ്. എന്ത് വേണമെങ്കിലും എഴുതാം അല്ലേ? ഐ വുഡ് ലൈക്ക് ടു ഷെയർ ചോക്ലേറ്റ്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഞാൻ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് ചോക്ലേറ്റ്സ് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഐ വുഡ് ലൈക്ക് ടു ഷെയർ സ്റ്റോറി ബുക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ നോട്ട്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വുഡ് ലൈക്ക് ടു ഷെയർ കേക്ക്സ് വിത്ത് മൈ ഫ്രണ്ട്സ്. ഇതിലേതും എഴുതാം കേട്ടോ. ഓക്കെ. ഈ ലെസണിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കൂടാതെ ക്ലാസ് 3 ഇംഗ്ലീഷ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതുമാണ്. നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.